ഹായ് ഫ്രണ്ട്സ്, നോളജ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മെയ് 25 കുറച്ച് കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്കുള്ള 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരാഴ്ചത്തെ ഫുൾ കറണ്ട് അഫയേഴ്സാണ് ഇന്നലത്തെ ഒരു വീഡിയോയിലേക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. എങ്കിൽ മാത്രമേ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഫുൾ റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്കുള്ള 10 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളെല്ലാം സ്വയം കണ്ടെത്താൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. ഓൺ വിച്ച് ഡേ നെൽസൺ മണ്ടേല ഇൻ്റർനാഷണൽ ഡേ ഈസ് ഒബ്സർവ്. നെൽസൺ മണ്ടേല ഇൻ്റർനാഷണൽ ഡേ എന്നാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ലോഞ്ച് മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന. മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റാണ്? വിച്ച് കൺട്രി ഹാസ് ലോഞ്ച് അൽ അമീൻ മാർസ് മിഷൻ സക്സസ്ഫുള്ളി. അൽ അമീൻ മാർസ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത രാജ്യം ഏതാണ്? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സ് റിപ്പോർട്ട് ഓഫ് 2020? 2020 ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ MRI റിപ്പോർട്ടിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ശ്യാം ശ്രീനിവാസൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് MD ആൻഡ് CEO ഓഫ് വിച്ച് ബാങ്ക്. ശ്യാം ശ്രീനിവാസനെ ഏത് ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ആറാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എക്സ്ക്ലൂസീവ് ആൻറ്റി ഇലക്ട്രിസിറ്റി തെഫ്റ്റ് പോലീസ് സ്റ്റേഷൻ ഓൺ എവറി ഡിസ്ട്രിക്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എല്ലാ ജില്ലകളിലും ആൻറ്റി ഇലക്ട്രിസിറ്റി തെഫ്റ്റ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത മോഷണത്തിനെതിരെ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്നത് ഏത് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ബീൻ ലോഞ്ച് ദ ടൈറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ്. ദ ടൈറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഏത് ഓർഗനൈസേഷനാണെന്നാണ് ചോദ്യം. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ലോഞ്ച് കിഫ്യാതി LED ബൾബ് യോജന. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കിഫ്യാതി LED ബൾബ് യോജന കൊണ്ടുവന്നത്? അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് ടു ഇൻക്ലൂഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അണ്ടർ മധു ബാബു പെൻഷൻ യോജന. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മധു ബാബു പെൻഷൻ യോജനയുടെ കീഴിൽ കൊണ്ടുവന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണെന്നാണ് ചോദ്യം. 10ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ പ്രസൻറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ നോക്കുക. അറിയാനുള്ള ഉത്തരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പോൾ ഇന്നത്തേക്കുള്ള 10 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. IDBI Bank announced the launch of its fully digitalized loan processing system, offering over 50 products of MSME and agriculture sector. Who is the CEO of IDBI Bank? ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. IDBI ബാങ്ക് എന്താണ് ചെയ്തിരിക്കുന്നത്? ഫുള്ളി ഡിജിറ്റലൈസ് ആയിട്ടുള്ള ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റം കൊണ്ടുവന്നൊക്കെയാണ്. എന്തിനാണ്? MSME അല്ലെങ്കിൽ മാർജിനൽ ആൻഡ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ബാങ്കിനും അതേപോലെ അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ 50 പ്രോഡക്ട്സിന് വേണ്ടി ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റമാണ് IDBI ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ IDBI ബാങ്കിൻ്റെ ടാഗ് ലൈൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിങ് ഫോർ ഓൾ ആവോ സോച്ചിയൻ ബഡ. ഓക്കെ, അപ്പോൾ ഈ IDBI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ CEO ആരെന്നാണ് ചോദ്യം. ഉത്തരം രാകേഷ് ശർമ്മയാണ്. അപ്പോൾ രാകേഷ് ശർമ്മയാണ് IDBI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്. 2ാമത്തെ ചോദ്യം, ദ മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ് സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഉത്തരം മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയുടെ പ്രോഗ്രാമിൻ്റെ പേരാണ് മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ് സ്കീം എന്ന് പറയുന്നത്. 3ാമത്തെ ചോദ്യം, സുന്ദർലാൽ ബഹുഗുണ. നമ്മളെല്ലാവരും അറിഞ്ഞതാണ് സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹം മരിച്ചുപോയ കാര്യം, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ ഹു പാസസ് അവേ റീസെൻ്റ്ലി ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെൻറ്റ്. ഏത് മൂവ്മെൻറ്റ് വരെയാണ്? വളരെയധികം എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം തന്നെയാണ്. ചിപ്കോ മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് വരുന്ന 1973 ഹിമാലയം കേന്ദ്രീകരിച്ചാണ്. ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ്, നേരത്തെ ഉത്തർപ്രദേശായിരുന്നു, ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് 1973 ഹിമാലയം ഏരിയാസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യം, മാർത്ത കൂം ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് വിച്ച് കൺട്രി. അപ്പോൾ മാർത്ത കൂമിനെ ഏത് രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ്, ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഉത്തരം കെനിയയാണ്. അപ്പോൾ കെനിയയുടെ ആദ്യത്തെ വിമൻ ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത് മാർത്ത കൂം എന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യം,
Which among the following has developed the COVID-19 antibody detection based kit called as ഡിപ്കോവാൻ? അപ്പോൾ ഡിപ്കോവാൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ബേസ്ഡ് ഉള്ള ഒരു കിറ്റ്, ഇത് ഡെവലപ്പ് ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഉത്തരം DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷനാണ് ഡിപ്കോവാൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, ആറാമത്തെ ചോദ്യം, which app has launched to track the real-time attendance of workers at MG Narega വർക്ക് സൈറ്റ്? അപ്പോൾ ഈ MG Narega വർക്ക് സൈറ്റുകളിൽ അവരുടെ യഥാർത്ഥ ജോലി സമയം, അറ്റൻഡൻസും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്തെന്നാണ് ചോദ്യം. ഉത്തരം NMMS ആപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ NMMS ആപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ MG Narega വർക്ക് സൈറ്റുകളിൽ ആൾക്കാരുടെ അറ്റൻഡൻസ് അതേപോലെ വർക്ക് ടൈമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്ന പുതിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, വിച്ച് കമ്പനി ഹാസ് ലോഞ്ച് ബ്ലാക്ക് ഫംഗസ് ഡ്രഗ് കാൾഡ് ആസ് പോക്സാകോൺസലോൾ ഇൻ ഇന്ത്യ? അപ്പോൾ ബ്ലാക്ക് ഫംഗസിന് ആദ്യമായി ഒരു ഡ്രഗ് കൊണ്ടുവന്നത്, ഒരു മരുന്ന് കൊണ്ടുവന്നത് ആരെന്നാണ് ചോദ്യം. വിച്ച് ഏത് കമ്പനി എന്നാണ് ചോദ്യം. ഉത്തരം MSN ലാബ്സ് ആണ്. ഓക്കെ, MSN ലാബ്സ് ആണ് ഈ ഒരു മരുന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ MSN ലാബ്സിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ MSN റെഡ്ഡിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ MSN ലാബ്സ് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു റിപ്പോർട്ട് ബൈ ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പോർട്ടൽ housing.com, വിച്ച് among the following Indian city has most occupied city in India in the terms of health infrastructure? ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒന്നാമത് നിൽക്കുന്ന സിറ്റി എന്നാണ് ചോദ്യം. ഓക്കെ, അത് ഏതിൻ്റെ ബേസിലാണ്? ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പോർട്ടൽ housing.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ സർവേയുടെ കണക്കിൽ വന്ന ഏറ്റവും കൂടുതൽ ഹെൽത്ത് എക്യുപ്പൈഡ് ആയിട്ടുള്ള സിറ്റി എന്നാണ് ചോദ്യം. ഉത്തരം പൂനെയാണ്. ഓക്കെ, അപ്പോൾ പൂനെയിലാണ് ഈ ഒരു സിറ്റി എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഓൺ വിച്ച് ഡേ നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഡേ ഈസ് ഒബ്സർവ്ഡ്? നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. അത് മെയ് 21 ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ആനുവലി സെലിബ്രേറ്റ് ചെയ്യുന്ന 3rd Friday ഓഫ് മെയ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്രാവശ്യം മെയ് 21 നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. പത്താമത്തെ, സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി എഴുതാൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം നീന ഗുപ്തയാണ്. അപ്പോൾ നീന ഗുപ്തയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, സച്ച് കഹൂൻ തോ എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, മൊയ്ദ് യൂസഫ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് വിച്ച് കൺട്രി? അപ്പോൾ മൊയ്ദ് യൂസഫിനെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഏത് രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഉത്തരം പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ആരെന്ന് പറയുന്നത്, മൊയ്ദ് യൂസഫ് എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, 4 cases of white fungus അല്ലെങ്കിൽ കാൻഡിഡേസ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പോൾ വൈറ്റ് ഫംഗസിൻ്റെ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്, ആദ്യമായി 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം. ഉത്തരം ബീഹാറാണ്. 13ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഹാസ് ബി ഇമ്പോസ് ദ പെനാൽറ്റി ഓഫ് 1 lakh rupee ഓൺ പ്രിയദർശിനി മഹിള നാഗരി സഹകരി ബാങ്ക് ലിമിറ്റഡ്? അപ്പോൾ 1 ലക്ഷം രൂപ പ്രിയദർശിനി എന്ന മഹിള നാഗരി സഹകരി ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, RBI ഫൈന് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലാണ് ഈ ബാങ്ക് എന്നാണ് ചോദ്യം. ഉത്തരം മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 10 ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങളിലോട്ട് നമുക്ക് പോകാം. ഇൻ്റർനാഷണൽ നെൽസൺ മണ്ടേല ഡേ ഒബ്സർവ് ചെയ്തിരുന്നത് എന്നാണ്, ജൂലൈ 18 അതേപോലെ മുഖ്യമന്ത്രി ഘർ റേഷൻ യോജന എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നത് ന്യൂഡൽഹിയിലാണ്. അതേപോലെ അൽ അമൽ മാർസ് മിഷൻ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തത് UAE ആണ്. അതേപോലെ ഗ്ലോബൽ മാനുഫാക്ചറിങ് റിസ്ക് ഇൻഡെക്സ് ആദ്യം വരുന്നത് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏത് ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ടാണ് ശ്യാം ശ്രീനിവാസൻ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്, ഫെഡറൽ ബാങ്കിലെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഏത് ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റാണ് ആദ്യമായിട്ട് ആൻറ്റി ഇലക്ട്രിസിറ്റി തെഫ്റ്റ് പോലീസ് സ്റ്റേഷൻ എല്ലാ ജില്ലകളിലും കൊണ്ടുവരുന്നതാണ് ചോദ്യം. ഉത്തരം ഉത്തർപ്രദേശാണ്. അതേപോലെ ദ ലിറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ് എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്ന സംഘടന എന്ന് പറയുന്നത് UNEP ആണ്. അതേപോലെ കിഫ്യാത്ത LED ബൾബ് യോജന കൊണ്ടുവന്നത് പഞ്ചാബാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ മധുബാബു പെൻഷൻ യോജനയുടെ കീഴിൽ കൊണ്ടുവന്നത് ഒഡീഷയാണ്. അതേപോലെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് GC മുർമുവിനെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇന്നലത്തെ ക്വിസ് വിന്നറിനെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നലത്തെ വീഡിയോ നോക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട് ക്വിസ് വിന്നറിനെ. അപ്പോൾ ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആലോക് രാജൻ ഷാ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ന്യൂ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു വിച്ച് കൺട്രി? അപ്പോൾ ആലോക് രാജൻ ഷായെ ഏത് രാജ്യത്തിൻ്റെ ഇന്ത്യൻ അംബാസിഡറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം.
അപ്പോൾ ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ ക്വിസ് വിന്നറിനെ അറിയാൻ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണണം. അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാര്യം ഒരാഴ്ചത്തെ എല്ലാ കറണ്ട് അഫയേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും മുഴുവൻ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.